എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? നിങ്ങൾക്കൊരു മോനുണ്ടായ എന്റെ പേരിടണം, രാമേന്ദ്രൻ. എനിക്കൊരു അപേക്ഷയുണ്ട്. എന്റെ മോനെ, അല്ല നിന്റെ മോനെ, നീ രാമേന്ദ്ര എന്ന് വിളിക്കണം. നമ്മുടെ രാമേന്ദ്രനെ നീ പൊന്നുപോലെ വളർത്തണം. നാളുകൾ കടന്നുപോയി. അമേരിക്കയിൽ കഴിയുന്ന രാമചന്ദ്ര മേനോന്റെ മരണശേഷം മകൾ കല്യാണി ആ വലിയ എസ്റ്റേറ്റിന്റെ ഉടമയായി മാറുന്നു. എന്നാൽ ആ സമ്പത്തും ആഡംബരവും അവളുടെ ഹൃദയത്തിലെ ശൂന്യത നിറയ്ക്കുന്നില്ല. ഓരോ ദിവസവും വിഷ്ണുവിനെ കൊണ്ടുപോയ ആ നിമിഷം അവൾ ഓർക്കാതെ പോകുന്നില്ല. അവളുടെ ജീവിതത്തിൽ മറ്റൊരാളെ സ്വീകരിക്കാൻ അവൾ ഒരിക്കലും തയ്യാറാകുന്നില്ല. അവൾ തന്റെ കുഞ്ഞിനെ വിഷ്ണുവിന്റെയും അച്ഛന്റെയും ആഗ്രഹം പോലെ രാമചന്ദ്രൻ എന്ന പേരിട്ട് വിളിച്ചു. ആ കുഞ്ഞിനു വേണ്ട ചികിത്സയും വിദ്യാഭ്യാസവും നൽകി അവൾ അതിനെ പൊന്നുപോലെ വളർത്തി. തന്റെ അച്ഛന്റെയും അമ്മയുടെയും കഥകൾ കേട്ട് അവൻ വളർന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം അച്ഛൻ എന്ന പോലെ തനിക്ക് എന്തിനും സപ്പോർട്ട് ഉണ്ടായിരുന്ന കൈമൾ അങ്കിളിന്റെ മരണവും അവളെ ദുഃഖത്തിലാഴ്ത്തി. തന്റെ അച്ഛന്റെ സഹോദരിയുടെ മകളുടെ വിവാഹവും അവൾ സ്വന്തം സഹോദരി എന്ന പോലെ നടത്തി കൊടുക്കുന്നു. വിവാഹത്തിനു ശേഷം അവർ നഗരത്തിലേക്ക് മാറി താമസിക്കുന്നു. ഭാസ്കരൻ നമ്പ്യാരും അങ്ങനെ വിവാഹിതനായി. വർഷങ്ങൾ കടന്നുപോയി. ഭാസ്കരൻ നമ്പ്യാരും അയാളുടെ അമ്മ സുഭദ്രയും അപ്രതീക്ഷിതമായി വിടവാങ്ങുന്നു. ഭാസ്കരന്റെ ഭാര്യ സുചിത്രയും മകനുമാണ് കല്യാണിക്കിപ്പോൾ കൂട്ട്. പിന്നീട് മകന്റെ ഉപരിപഠനത്തിനായി സുചിത്ര മകനോടൊപ്പം വിദേശത്തേക്ക് പോകുന്നു. വിഷ്ണുവിന്റെ സുഹൃത്താണ് ബിസിനസ് കാര്യങ്ങൾ നോക്കി നടത്തുന്നതിൽ കല്യാണിക്ക് സഹായി. രാമചന്ദ്രൻ വളർന്ന് ആരോഗ്യപൂർണതയുള്ള ഒരു യുവാവായി മാറി. അവനിൽ വിഷ്ണുവിന്റെ സ്വഭാവവും നന്മയും കാണാൻ കല്യാണിക്ക് സാധിച്ചു. MBA പഠിച്ചതിനു ശേഷം അവൻ അമ്മയുടെ കൂടെ ബിസിനസ് കാര്യങ്ങളിൽ പങ്കാളിയാവുന്നു. തന്റെ യഥാർത്ഥ ജീവിതം അറിയാവുന്ന അവൻ തന്റെ പെറ്റമ്മയുടെയും അച്ഛന്റെയും ഫോട്ടോയിൽ തിരികൊളുത്താൻ ഒരു ദിവസം പോലും മറക്കാറില്ല. കല്യാണി ഓരോ ദിവസവും വിഷ്ണുവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. യാഥാർത്ഥ്യം അവളുടെ മനസ്സിലുണ്ടെങ്കിലും നടക്കില്ലെന്നറിഞ്ഞിട്ടും അവൾ വെറുതെ ആഗ്രഹിക്കും അവന്റെ വരവിനായി. അവളുടെ മനസ്സിൽ വിഷ്ണു മരിച്ചിട്ടില്ല. അവൻ ഒരിക്കൽ തിരിച്ചെത്തും എന്നൊരു വിശ്വാസത്തെ അവൾ വിട്ടുകൊടുത്തിട്ടില്ല. അങ്ങനെയിരിക്കെ ഒരു മഴയുള്ള രാത്രി വീടിന്റെ വാതിലിൽ ആരോ മുട്ടുന്നു. കല്യാണി വാതിൽ തുറക്കുമ്പോൾ അവൾക്ക് മുന്നിൽ നിൽക്കുന്നത് വിഷ്ണു. അവൾ ഞെട്ടിത്തെറിച്ചു. വർഷങ്ങളുടെ വേദനയും ക്ഷീണവും വിഷ്ണുവിന്റെ മുഖത്ത് തെളിഞ്ഞിരുന്നെങ്കിലും കണ്ണുകളിൽ അതേ സ്നേഹം. കല്യാണി ഒരു നിമിഷം വിശ്വസിക്കാൻ കഴിയാതെ നിന്നു. വിഷ്ണു ഇപ്പോഴും ജീവിച്ചിരിക്കുന്നോ? സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാതെ അവൾ ഞെട്ടിത്തെറിച്ച് അവനോട് ചോദിച്ചു. വിഷ്ണു മെല്ലെ ചിരിച്ചു പറഞ്ഞു, യാഥാർത്ഥ്യമാണ്, വിശ്വസിക്കണം. കല്യാണിക്കുട്ടിയുടെ വിഷ്ണു ആണ് ഞാൻ. അവൻ സത്യങ്ങൾ പറയാൻ തുടങ്ങി. വർഷങ്ങൾക്ക് മുമ്പ് ആ ഉദ്യോഗസ്ഥന്റെ കൂടെ മടങ്ങിയ വിഷ്ണുവിന്റെ സത്യവും അവന്റെ ജീവിതകഥയും അയാൾ മനസ്സിലാക്കിയെടുക്കുന്നു. കേസിന്റെ പുനർപരിശോധന നടക്കുന്നു. അവൻ ഉദ്ദേശപൂർവ്വം കൊല ചെയ്തതല്ലെന്ന് തെളിയുന്നു. ശിക്ഷ മാറ്റി വർഷങ്ങളോളം തടവ് ശിക്ഷയായി കുറച്ചു. അത് കേട്ട് കല്യാണിയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അവൾ പറഞ്ഞു, ഞാൻ കാത്തിരിക്കുകയായിരുന്നു വിഷ്ണുവിന് വേണ്ടി, വരുമെന്ന പ്രതീക്ഷയോടെ. അതിപ്പോ വെറുതെ ആയില്ല. വർഷങ്ങളായി അടക്കി വെച്ച സ്നേഹം ആ ഒരു നിമിഷത്തിൽ ഒഴുകി. ആ സമയം അവരുടെ മകൻ അങ്ങോട്ട് വന്നു. തന്റെ അച്ഛനെ കണ്ട നിമിഷം അവൻ അച്ഛ എന്ന് വിളിച്ച് അയാളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ജീവിതത്തിൽ ആദ്യമായി അച്ഛൻ എന്ന സ്നേഹം അനുഭവിക്കുന്ന നിമിഷം. വിഷ്ണു തന്റെ മകനെ ചേർത്ത് പിടിച്ചു. അച്ഛനെ തിരിച്ചു കിട്ടിയതിൽ അവൻ സന്തോഷിച്ചു. ആ രാത്രി മുഴുവൻ അവർ അവരുടെ ജീവിതകഥകൾ പറഞ്ഞു തീർത്തു. അടുത്ത ദിവസം എസ്റ്റേറ്റിൽ ഒരു ചെറിയ ചടങ്ങ്. ഈ പ്രാവശ്യം യാതൊരു നാടകവുമില്ല, യാതൊരു കള്ളവുമില്ല. വിഷ്ണു വീണ്ടും കല്യാണിയുടെ കഴുത്തിൽ താലി കെട്ടുന്നു. അവരുടെ ജീവിതം പുതിയതായി തുടങ്ങുന്നു. വേദനകൾക്ക് ശേഷം ലഭിച്ച സമാധാനം പോലെ. കാലം എടുത്തുപോയ വർഷങ്ങൾ തിരികെ കൊണ്ടുവരാനാകില്ല. പക്ഷേ അവശേഷിക്കുന്ന ജീവിതം അവർ പുതിയ പ്രതീക്ഷകളുമായി ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നു.